ഹലോ ഓൾ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഇതിന് മുമ്പുള്ള വീഡിയോ കണ്ടിട്ടുണ്ടോ? അതിൽ ഞങ്ങൾ ചെന്നൈയിൽ നിന്ന് ആന്ധ്രാപ്രദേശിലെ ഗെണ്ടിക്കോട്ട എന്ന ഈ സ്ഥലത്തേക്കും അവിടുത്തെ ഈ കാണുന്ന ഫോർട്ടും അവിടുത്തെ ഈ ഗോർജും എല്ലാം കണ്ടിട്ട്, പിന്നെ തടിപത്രിയിലെ ഈ നല്ല ആർക്കിടെക്ചറലി ഭംഗിയുള്ള രണ്ട് അമ്പലങ്ങളും കണ്ടിട്ട് അവിടുന്ന് പിന്നെ പേരുകേട്ട ബേലം കേവ്സ് എന്ന ഈ സ്ഥലത്തേക്കും പോകുന്ന ഞങ്ങളുടെ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും അത് കാണുക, നിങ്ങൾക്കത് തീർച്ചയായും ഇഷ്ടപ്പെടും. ഇന്നത്തെ ട്രിപ്പ് ഈ ബേലം കേവ്സ് കണ്ടിട്ട് അവിടുന്ന് ആന്ധ്രാപ്രദേശിലെ തന്നെയുള്ള വളരെ വ്യത്യസ്തമായ യാഗണ്ടി കേവ്സ് ആൻഡ് ടെമ്പിൾസ് എന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം അല്ലേ? ഞങ്ങളുടെ ഇതുവരെയുള്ള ട്രിപ്പിൽ റോഡ് വളരെ നല്ല റോഡായിരുന്നു. പക്ഷേ ഇന്നത്തെ ഈ ട്രിപ്പിൽ, അതായത് ബേലം കേവ്സിൽ നിന്ന് യാഗണ്ടിയിലോട്ട് പോകുന്ന വഴിയിലുള്ള ഈ റോഡ് വളരെ മോശം എന്ന് പറയാതെ വയ്യ. അതിനൊരു കാരണമുണ്ട്. നിങ്ങൾ കടപ്പാക്കല്ല് എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ആ പറയുന്ന കടപ്പാക്കല്ല് ഇവിടുന്നാണ് വരുന്നത്. ഈ വളരെ ഒരു വലിയ ഏരിയയിൽ ആയിട്ട് ഇങ്ങനെ സ്പ്രെഡ് ഔട്ട് ചെയ്ത് കിടക്കുന്ന സ്ഥലമാണ് ഈ കടപ്പാക്കലിൻ്റെ ഏരിയ. എവിടെ നോക്കിയാലും രണ്ട് വശത്തും കല്ലും സ്ലാബ് ഉണ്ടാക്കിയിട്ടുള്ള പൊട്ടിയ കല്ലിൻ്റെ വേസ്റ്റും എല്ലാം കൂട്ടിയിട്ടിരിക്കുന്നത് കാണാം. അതുപോലെ ഈ സ്ലാബുകളും കട്ട് ചെയ്ത കല്ലുകളും അതിൻ്റെ വേസ്റ്റും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാക്ടറിലും ലോറിയിലും ആയിട്ട് കൊണ്ടുപോകുന്നത് കാരണം. അതാണ് ഈ റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെ മോശമാകാൻ കാരണം. അപ്പോൾ ഈ റോഡിലൂടെയുള്ള യാത്ര അത്ര സുഖകരമായിരുന്നില്ലെങ്കിലും കടപ്പാക്കലിൻ്റെ ഏരിയ എപ്പോഴെങ്കിലും കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നടന്നു. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ബേലം കേവ്സ് നിന്ന് യാഗണ്ടി വരെ ഏകദേശം 45 കിലോമീറ്റേഴ്സേ ഉള്ളൂ. പക്ഷേ അത് ഇങ്ങനത്തെ റോഡായത് കാരണം ട്രാവൽ ചെയ്തെത്താൻ 1 മണിക്കൂറിൽ കൂടുതലെടുത്തു. ഈ ഏരിയ കഴിയുന്നവരെ യാത്ര കുറച്ച് സ്ലോ ആയിരുന്നു. ഈ സുഖകരമല്ലാത്ത റോഡിൽ കൂടെയുള്ള യാത്ര തുടരുമ്പോൾ ആ മടുപ്പ് മാറാനായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. ഞങ്ങളുടെ ആന്ധ്രാപ്രദേശ് ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആണിന്ന്. ചെന്നൈയിൽ നിന്ന് ഗെണ്ടിക്കോട്ട, തടിപത്രി, ബേലം കേവ്സ് കഴിഞ്ഞ് ഇന്ന് യാഗണ്ടി കേവ്സും കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് ചെന്നൈയിലോട്ട് മടങ്ങും. ഇത് യാഗണ്ടി കേവ്സിൻ്റെ വീഡിയോ. ഇപ്പോൾ പറഞ്ഞ ഗെണ്ടിക്കോട്ട, തടിപത്രി, ബേലം കേവ്സിൻ്റെ എല്ലാം വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ഉറപ്പായിട്ടും കാണുക. അടുത്ത ട്രിപ്പിൻ്റെ വീഡിയോ, പുതിയ സ്ഥലത്തിൻ്റെ വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഈ കടപ്പാക്കല്ലിൻ്റെ ഏരിയ കഴിയാറായപ്പോഴേക്കും റോഡ് നന്നായി തുടങ്ങി. ഹൈവേയിൽ നിന്ന് തിരിഞ്ഞ് വേണം യാഗണ്ടിയിലോട്ടുള്ള റൂട്ട് പിടിക്കാൻ. ആ റൂട്ടിലാണ് ഇപ്പം നമ്മൾ പോകുന്നത്. ഈ ആരുമില്ലാത്ത സ്ഥലത്ത് ഇങ്ങനെ ഒരു ബംഗ്ലാവ് ആ കുന്നിൻ്റെ മുകളിൽ കണ്ടപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കുറച്ച് കാറുകളും ആൾക്കാരൊക്കെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പം മനസ്സിലായില്ല. പിന്നെ കാര്യം മനസ്സിലായത്, ഇതിൻ്റെ പേര് നവാബ്സ് ബംഗ്ലാവ് എന്നാണ്. തെലുഗു സിനിമയിൽ വളരെയധികം ഷൂട്ടിംഗ് നടന്നിട്ടുള്ള സ്ഥലമാണിത്. അത് കാരണം അതൊരു ലാൻഡ്മാർക്കായിട്ട് ആൾക്കാർ കാണാൻ വരാറുണ്ട്. ഏതായാലും ഞങ്ങൾക്ക് സമയമില്ലാത്ത കാരണം ഞങ്ങൾ നിന്നില്ല. ഇവിടെ എത്തിയപ്പോഴത്തേക്കും റോഡ് വളരെ നന്നായി. രണ്ട് സൈഡും ഗ്രീനറിയും തരക്കേടില്ലാത്ത റോഡും. 2 ലേനേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ എന്നാലും തരക്കേടില്ലാത്ത റോഡായിരുന്നു. ഈ പോകുന്ന വഴിക്ക് ഒരു ഡാമുണ്ട്, ഔക്ക് ഡാം, OWK. ഈ ഔക്ക് ഡാമിൽ നിന്ന് വെള്ളം എടുത്ത് കൃഷി ചെയ്ത് ആണ് ഇവിടെ ഇങ്ങനെ 2 സൈഡിലും ഗ്രീനറി വരാൻ കാരണം. അപ്പം നമ്മളിങ്ങനെ മുമ്പോട്ട് പോകുന്തോറും ലാൻഡ്സ്കേപ്പും കുറച്ച് മാറുന്നുണ്ട്, കുറച്ച് ഗ്രീനറിയായി. അത് കഴിഞ്ഞ് കുറച്ച് ഗെണ്ടിക്കോട്ടയിൽ കണ്ടതുപോലെ മല അല്ലെങ്കിൽ ഹില്ലിൻ്റെ ഏരിയ ആയിട്ട് വരാൻ തുടങ്ങി. ആ ഹില്ലക്കിലാണ് ബേസിക്കലി ഈ യാഗണ്ടി ടെമ്പിളും യാഗണ്ടി കേവും ഉള്ളത്. ഈ യാഗണ്ടി ടെമ്പിൾ ആന്ധ്രാപ്രദേശിൽ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ടെമ്പിളാണ്. ഇതൊരു ശിവൻ്റെ അമ്പലമാണ്. പക്ഷെ പോകുന്ന വഴിയിൽ ഒരു വണ്ടിയും ഞങ്ങൾ അധികം കണ്ടില്ല. അങ്ങോട്ട് പോകുന്ന വണ്ടിയില്ല, ഇങ്ങോട്ട് വരുന്ന വണ്ടിയില്ല. ഓൾമോസ്റ്റ് എംപ്റ്റി ആയിരുന്നു. വളരെ ഇൻറ്റീരിയർ ആയിട്ടുള്ള സ്ഥലത്തായത് കാരണം ഇവിടുത്തെ ആൾക്കാർ, ആന്ധ്രാപ്രദേശിലെ ആൾക്കാർ വന്ന് കാണാറുണ്ട്. പക്ഷേ ടൂറിസ്റ്റ് ഒന്നും അധികം വരാത്തൊരു സ്ഥലമാണ്.
വന്ന് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്, അത് കാരണമായിരിക്കും. പക്ഷെ അത് കാണേണ്ട ഒരു സ്ഥലമാണ്. ഇങ്ങനൊരു സ്ഥലം കേട്ടിട്ട് ഇത് കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഇതിനു വേണ്ടി ഞങ്ങൾ ഇറങ്ങിയതാണ്. ഞങ്ങൾ ആകെ പോകുന്ന വഴിയിൽ കണ്ടത് ചെറിയ 1 or 2 ഇങ്ങനത്തെ വണ്ടികളാണ്. പിന്നെ യാഗണ്ടി എത്താറായപ്പോൾ ഒരു കാർ മുമ്പേ പോകുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അതിൻ്റെ പുറകെ പോയി. എനിക്ക് തോന്നുന്ന കാറും യാഗണ്ടി ടെമ്പിളിലോട്ട് പോകുന്ന കാർ തന്നെയായിരുന്നു തോന്നുന്നു. അത് കുറച്ച് ദൂരം അങ്ങനെ ഞങ്ങളുടെ മുമ്പേ ഉണ്ടായിരുന്നു. ഈ ബൈക്കും കാറും എല്ലാം അങ്ങോട്ട് പോകുന്ന വണ്ടികളാണെന്ന് തോന്നുന്നു. കാരണം ഈ വഴി പോകുന്നത് യാഗണ്ടി ടെമ്പിളിലോട്ടുള്ള വഴിയാണ്. ഏതായാലും റോഡ് നന്നായിരുന്നു, 2 സൈഡും ഗ്രീനറി ഉണ്ട്. അപ്പോൾ റോഡിൽ വലിയ വെയിലില്ല. ഏകദേശം ഉച്ച കഴിഞ്ഞുള്ള സമയമായത് കാരണം ഈ വെയിലില്ലാത്ത സ്ഥലത്തൂടെ ഓടിക്കാൻ വലിയ പ്രശ്നം തോന്നിയില്ല. അപ്പോൾ യാഗണ്ടി എത്താറായി. ഈ വലത്തെ സ്ഥലത്ത് കാണുന്നതെല്ലാം കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടിരിക്കുന്ന സ്ഥലമാണ്. റഷ് സമയത്ത്, തിരക്കുള്ള സമയത്ത്. ഇപ്പോൾ വലിയ തിരക്കില്ലാന്ന് തോന്നുന്നു. ഒന്നാമത് വർക്കിംഗ് ഡേ ആണ്, രണ്ടാമത് ഉച്ച സമയമാണ്. പക്ഷേ കുറച്ചും കൂടി മുമ്പോട്ട് ചെന്നപ്പോഴാണ് ഈ യാഗണ്ടി എന്ന സ്ഥലത്ത്, എന്ന അമ്പലത്തിൽ എത്ര തിരക്കുണ്ട്, എത്ര ഫേമസ് ആണെന്ന് മനസ്സിലായത്. ഈ സമയമായിട്ട് പോലും ഒരുപാട് കാറുകൾ അവിടെ കിടപ്പുണ്ടായിരുന്നു. ഇതെല്ലാം കാർ പാർക്കിംഗ് ഏരിയയാണ്. അമ്പലം കുറച്ചുകൂടി മുമ്പോട്ട് പോകണം. പാർക്കിങ്ങിൻ്റെ സൗകര്യത്തിന് വേണ്ടിയാണെന്ന് തോന്നുന്നു. 4 വീലേഴ്സ് ഇവിടം വരെ അലൗഡ് ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഒരു ബാരിക്കേഡ് വെച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ബൈക്കായത് കാരണം ഞങ്ങൾക്ക് മുമ്പോട്ട് പോയി അമ്പലത്തിൻ്റെ അടുക്കായിട്ട് തന്നെ പാർക്ക് ചെയ്യാൻ പറ്റി. ഒരു തണലുള്ള സ്ഥലം നോക്കിയാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. തണലുള്ള സ്ഥലം കുറച്ച് പ്രശ്നമാണ് ഇവിടെ. ഒരു ചെറിയൊരു മരമുണ്ട് ഇവിടെ. അവിടെ 2 വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇതാണ് പാർക്കിങ്ങിൻ്റെ സ്ഥലം. കുറച്ചും കൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ കുറച്ചും കൂടെ അടുത്ത് പാർക്ക് ചെയ്യാൻ തോന്നുന്നു. കുറച്ചും കൂടെ മുമ്പോട്ടൊന്ന് പോയി നോക്കട്ടെ. തണൽ എന്തായാലും കിട്ടില്ല, ഏതായാലും അത് നടക്കില്ല. അപ്പോൾ അമ്പലത്തിൻ്റെ എത്ര അടുത്ത് പാർക്ക് ചെയ്യാൻ പറ്റുമോ അത്ര അടുത്ത് പാർക്ക് ചെയ്യാം. ഓക്കെ, ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ തണലുള്ള സ്ഥലം വണ്ടി പാർക്ക് ചെയ്യാൻ. ഞങ്ങൾ അമ്പലത്തിനുള്ളിലേക്ക് നടന്നു. അമ്പലത്തിൽ കയറുന്നതിന് മുമ്പ്, ജസ്റ്റ് മുമ്പ് ലെഫ്റ്റ് സൈഡിൽ ഈ കാണുന്നതാണ് അമ്പലക്കുളം. ആൾക്കാർ വന്ന് കാലൊക്കെ കഴുകി, ചിലർ കുളിച്ചിട്ടൊക്കെയാണ് അമ്പലത്തിലോട്ട് പോകുന്നത്. അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടന്നു വരുമ്പോൾ ഉച്ച സമയത്ത് നടക്കുന്നതിൻ്റെ സൗകര്യത്തിനായിട്ട് ഇങ്ങനെ ഒരു കാർപ്പറ്റ് പോലെ വിരിച്ചിട്ടുണ്ട്. അത് കാരണം കാലിൽ ചൂടറിയില്ല. ഇവിടെ നിന്ന് നടന്ന് നേരെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അത് അമ്പലമായി. ആ കാണുന്നതാണ് അമ്പലത്തിൻ്റെ ഗോപുരം. ഈ ചെറിയൊരു മല അല്ലെങ്കിൽ ഒരു കുന്നിൻ്റെ മുകളിലാണെന്ന് പറഞ്ഞില്ല, അപ്പോൾ കുറച്ച് പടി കയറണം. അപ്പോൾ ഞങ്ങളിങ്ങനെ അമ്പലത്തിലൂടെ നടക്കുമ്പോൾ ഇങ്ങനെ അനൗൺസ്മെൻറ്റ് കേൾക്കുന്നുണ്ടായിരുന്നു സ്പീക്കറിൽ കൂടെ. റെക്കോർഡഡ് അനൗൺസ്മെൻ്റ് ആണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തോ തെലുങ്കിലായത് കാരണം മനസ്സിലായില്ല. പിന്നെ അമ്പലത്തിൽ കയറാൻ നേരത്തെ എന്താണെന്ന് കാര്യം മനസ്സിലായത്. എന്താണെന്ന് വെച്ചാൽ അമ്പലത്തിനകത്ത് കയറാൻ ടിക്കറ്റ് എടുക്കണം. ഞങ്ങൾ ടിക്കറ്റൊന്നും എടുത്തില്ല, ഞങ്ങൾ നേരെ അങ്ങ് അമ്പലത്തിലോട്ട് പോയി. അപ്പോൾ ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ ആൾ ചോദിച്ചു, ടിക്കറ്റ് എവിടെ. ഞങ്ങളെ കണ്ടപ്പോൾ മനസ്സിലായി ഞങ്ങൾ ലോക്കലല്ല. അപ്പോൾ അകത്ത് പോയിട്ട് ഹുണ്ടിയിൽ പൈസ ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. ഇതാണ് യാഗണ്ടി കേവിൻ്റെ ഫസ്റ്റ് വ്യൂ, കാണുന്നില്ലേ? അവിടെ പോയിട്ട് നമുക്കത് നോക്കാം. ഇത് അമ്പലത്തിലോട്ട് കയറുന്ന ഗോപുരം. ഈ റൈറ്റ് സൈഡ് കാണുന്നത് യാഗണ്ടി കേവ്. ശരിക്കും കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഇങ്ങനൊരു കാഴ്ച ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇതും മലയിൽ നിന്ന് ഒഴുകി വരുന്ന ഒരു സ്ട്രീമാണ്. നമ്മൾ നേരത്തെ കണ്ട അമ്പലക്കുളത്തിലും ഇതുപോലെ മലയിൽ നിന്ന് ഒഴുകി വരുന്ന സ്ട്രീമാണ്. ഇതാണ് ഇവിടുത്തെ അമ്പലത്തിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള കാര്യം. ആൾക്കാർ കാണാൻ വരുന്നത് ഈ നന്ദിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ നന്ദിയുടെ സൈസ് കുറച്ച് വലുതായിട്ട് തോന്നുന്നില്ലേ? ഐതിഹ്യം പറഞ്ഞ് പണ്ടത്തെ നന്ദി കുറച്ച് ചെറുതായിരുന്നു. പിന്നെ കാലം ചെല്ലുന്തോറും അത് വലുതായി വന്ന് ഇപ്പോൾ ഉള്ള സൈസാണിത്.
അത് കാരണം അമ്പലത്തിൽ 1-2 തൂണ് മാറ്റി വെക്കേണ്ടി വന്നു. നന്ദി വലുതായി വന്നപ്പോൾ അതിനെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട്. അമ്പലം കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോൾ ഇതാണ് മെയിൻ യാഗണ്ടി കേവ്. ഇതുപോലെ 2-3 കേവ് വേറെ ഉണ്ട്, പക്ഷേ ഇതാണ് മെയിൻ ആയിട്ടുള്ള കേവ്. അഗസ്ത്യമുനി തപസ്സിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു കേവാണിത്. അതിൻ്റെ പേരും അഗസ്ത്യമുനി കേവ് എന്നാണ്. പടി കയറി ചെന്ന് കാണാൻ കുറച്ച് പാടാണ്, എന്നാലും ഇവിടം വരെ വന്നതല്ലേ, ഞങ്ങളും കയറി. ശരി, അപ്പോൾ അതോടുകൂടി ഇന്നത്തെ ട്രിപ്പ് ഇവിടെ കഴിഞ്ഞു. ഇന്നത്തെ ട്രിപ്പല്ല, ഞങ്ങളുടെ ഈ ആന്ധ്രാപ്രദേശിലെ ട്രിപ്പ് ഇവിടെ കഴിഞ്ഞു. ഞങ്ങൾ ഗണ്ടിക്കോട്ട വഴി തടിപത്രി, ബേലം കേവ്സ് കഴിഞ്ഞ് ഇന്ന് ഈ യാഗണ്ടി ടെമ്പിളും കേവും കണ്ട് ഞങ്ങൾ തിരിച്ച് ചെന്നൈയിലോട്ട് മടങ്ങുകയാണ്. മുമ്പത്തെ വീഡിയോകളൊക്കെ കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.